നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നാം അതായിത്തീരും. നമ്മുടെ ലൈഫിൽ ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കാത്ത കാലത്തോളം അത്തരമൊരു ലെവലിലേക്ക് എത്താൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. ശക്തമായ ചിന്തകളും വിശ്വാസവും ഉടലെടുക്കേണ്ടത് ഉപബോധ മനസ്സിലാണ്. നമ്മുടെ മനസ്സിന്റെ പല തലങ്ങളിലൊന്നാണ് ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ജീവിതത്തിലെ 95% കാര്യങ്ങളെയും അറിഞ്ഞോ അറിയാതെയോ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണെന്ന് പറയാം. ജീവിതത്തിൽ വിജയിച്ച വ്യക്തികൾ അവരുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഒരുപോലെ തന്നെ നിയന്ത്രിക്കാൻ പരിശീലിച്ചവരാണ്. എന്നാൽ മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് ആക്കുക എന്നത് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സാക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ മനസ്സിനെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. തീർച്ചയായും ഈയൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കം, ക്ഷമ, ആത്മസംയമനം തുടങ്ങിയ നിരവധി നല്ല ഗുണങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് വന്നു തുടങ്ങും. ഇങ്ങനെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന 7 മൈൻഡ് എക്സസൈസുകളാണ്. ഇവ പരിശീലിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൈപ്പിടിയിലാക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കീഴടക്കാനും കഴിയും. നമ്പർ 1, മാസ്റ്റർ യുവർ 5 സെൻസസ്. 5 സെൻസസ് നിങ്ങളുടെ മനസ്സിന്റെ കവാടമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വഴി എന്താണോ കൺസ്യൂം ചെയ്യുന്നത് അവ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോലെ ഇരിക്കും നിങ്ങളുടെ ശരീരവും ആരോഗ്യവും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ വഴി മനസ്സിലേക്ക് കടത്തിവിടുന്നതിന്റെ പ്രതിഫലനമായിരിക്കും നിങ്ങളുടെ മനസ്സും ചിന്താശേഷിയുമൊക്കെ. ഇന്നത്തെ സമൂഹത്തിന്റെ പല ശീലങ്ങളും അനാവശ്യമാണ്. സോഷ്യൽ മീഡിയകളിലൂടെ ഉപയോഗപ്രദമില്ലാത്ത കാര്യങ്ങൾ കാണുക, ജങ്ക് ഫുഡ് അഡിക്ഷൻ, ഇനപ്രോപ്രിയേറ്റ് കണ്ടന്റ് തുടങ്ങിയവയിൽ നിങ്ങൾ എത്രത്തോളം ആകർഷണീയരാകുന്നുവോ അത്രത്തോളം അത് നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ശരിയായ കാര്യങ്ങൾ മാത്രം ഫീഡ് ചെയ്യുക. മനസ്സിലേക്ക് നെഗറ്റീവ് ടോക്സിക് കണ്ടന്റ് ആണ് കയറ്റിവിടുന്നതെങ്കിൽ തിരിച്ചും അത് മാത്രമേ പുറത്തോട്ട് വരികയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയകളിൽ അനാവശ്യമായി ഫോളോ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അൺഫോളോ ചെയ്യുക. ടെലിവിഷനും മറ്റ് വിനോദോപാധികളും ഉപയോഗിക്കുന്നതിന് സമയം നിശ്ചയിക്കുക. മോശം സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും പിന്മാറാൻ നിർബന്ധിതരാവുക എന്നിവയൊക്കെയാണ്. നമ്പർ 2, ഡീപ് ലിസ്ണിംഗ്. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളുമൊക്കെ നമ്മോട് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മളിൽ കൂടുതൽ പേരും മറ്റുള്ളവർ പറയുന്നതിന് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല. അവർ പറയുന്നത് കൊണ്ട് കേട്ടിരിക്കുന്നുവെന്നേ ഉള്ളൂ. എന്നാൽ ഇനി മുതൽ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് കേൾക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നന്നായി ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾ നമ്മോട് ഷെയർ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ മൈൻഡിന് നല്ലൊരു ഡീപ്പ് എക്സസൈസ് ലഭിക്കും. അതോടൊപ്പം അവരുടെ സങ്കടങ്ങളും ജീവിത രീതികളുമൊക്കെ നമ്മോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ആരോട് സംസാരിച്ചാലും അതിനൊരു ശ്രദ്ധയും കൊടുക്കാതെ കാര്യഗൗരവമില്ലാത്ത ഒരു സംസാര രീതിയാണ് പിന്തുടരുന്നത്. കുടുംബത്തിനകത്തുള്ള ചർച്ചകൾ ആയിരുന്നാൽ പോലും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കേട്ടു തീർക്കാനുമാണ് നമുക്ക് താല്പര്യം. എന്നാൽ ഈ ഒരു ശീലം ഫോളോ ചെയ്യുന്നതിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ ഡീപ്പ് ലിസണിംഗ് ചെയ്യുന്നതിലൂടെ മാനസിക നിയന്ത്രണം ഏറ്റെടുക്കാനും മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടാനും കഴിയും. നമ്പർ 3, ഡ്രീം റെക്കോർഡ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രിയിൽ എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ഓർമ്മിക്കാൻ നാം ശ്രമിക്കാറുണ്ട്. നല്ല സ്വപ്നമാണെങ്കിലും മോശം സ്വപ്നമാണെങ്കിലും പലപ്പോഴും അത് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കും. എല്ലാ ദിവസവും കാണുന്ന സ്വപ്നങ്ങളെ റെക്കോർഡ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു എക്സസൈസ് സാധ്യമാകുന്നത്. ഇതിനായി ഒരു ഡയറി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ആ ദിവസത്തെ ഡേറ്റ് ഇട്ട് വയ്ക്കുക. അതായത് എഴുന്നേൽക്കുന്ന ദിവസത്തെ ഡേറ്റ് വയ്ക്കുക. എഴുന്നേറ്റ ഉടനെ ഏതെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ഓർത്തു നോക്കുക. സ്വപ്നം കണ്ടു എന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുക. ആദ്യമൊക്കെ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്വപ്നങ്ങളിൽ എന്തൊക്കെ കണ്ടു, ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ ആളുകളെ കണ്ടു, ഏതൊക്കെ ആളുകളെ കണ്ടു തുടങ്ങിയ കാര്യങ്ങൾ ഡയറിയിൽ അന്നേ ദിവസത്തെ ഡേറ്റിൽ എഴുതി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഡ്രീം റെക്കോർഡിംഗ് സാധ്യമാകുന്നു. ഈ എക്സസൈസിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൂടുതലായി നിയന്ത്രിക്കാൻ കഴിയും. നമ്പർ 4, മൈൻഡ് മാപ്പിംഗ്. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നാറുണ്ട്. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ഇതിനായി മൈൻഡ് മാപ്പിംഗ് എന്നൊരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ അലട്ടുന്നത് എന്ത് പ്രശ്നമായാലും ആ പ്രശ്നം എന്താണെന്ന് ഒരു പേപ്പറിൽ എഴുതുക. ഈ പ്രശ്നം നിങ്ങൾ എഴുതിയതിനു ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പരിശീലിക്കുക. പലപ്പോഴും ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ അമിതമായി ചിന്തിക്കുന്നതാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുന്നത്.
നമ്മുടെ ലൈഫിൽ നമ്മളെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഒന്ന് ശാന്തമായി ഇരുന്ന് ചിന്തിച്ചാൽ മതി, അതിനുള്ള പരിഹാരം ലഭിക്കും. ഇവിടെ നിങ്ങൾ ആ പ്രശ്നത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി എഴുതിയതിനു ശേഷം അതിന്റെ സൊല്യൂഷൻസ് ആലോചിക്കുക. എന്തൊക്കെ രീതിയിൽ എനിക്ക് ആ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക. എന്നിട്ട് പ്രശ്നങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ വൈറ്റ് പേപ്പറിൽ തന്നെ ഓരോ സൊല്യൂഷൻസും ഓരോ മാർക്ക് ഉപയോഗിച്ച് നോട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ മറ്റൊരാളോട് സൊല്യൂഷൻ അന്വേഷിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ബെനിഫിറ്റ് നൽകും. നമ്പർ 5, ടൈം ട്രാക്കിംഗ്. നമ്മളിൽ പലരും പറയുന്ന ഒന്നാണ് നമുക്കൊന്നിനും സമയമില്ല എന്നത്. എന്നാൽ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് മതിയായ സമയമുണ്ടെന്ന് മനസ്സിലാക്കാം. പലപ്പോഴും നാം അനാവശ്യമായി സമയം കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിലപ്പെട്ട സമയം തിരിച്ചറിയാനും പ്രയോജനപ്പെടുത്താനുമുള്ള മെത്തേഡിന് പറയുന്ന പേരാണ് ടൈം ട്രാക്കർ. ഇതിനായി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെ ജോലികൾ പൂർത്തിയാക്കാനുണ്ടോ ആ ടാസ്കുകൾ വലിയൊരു പേപ്പറിൽ എഴുതി നിങ്ങൾ കാണുന്ന ഭാഗത്ത് എപ്പോഴും ഒട്ടിച്ചു വെക്കുക. ഓരോ ജോലിയും നമ്മൾ എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും, അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാകണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സമയത്തെ നമ്മുടെ പരിധിയിലാക്കാനും ലൈഫിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കാനും കഴിയും. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിട്ട് തോന്നുമെങ്കിലും എല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് ഇത് എഴുതുന്ന ഒരു പ്രയാസം മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെയധികം ഓർഗനൈസ്ഡ് ആയി മാറും. നിങ്ങൾ അതിൽ പരമാവധി കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നിങ്ങളുടെ സമയം നിങ്ങൾ എവിടെയാണ് കളയുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നമ്പർ 6, മെമ്മറി ബേസ്ഡ് മെഡിറ്റേഷൻ. നമ്മുടെ ലൈഫിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഏത് തരത്തിലുള്ളതായാലും മാനസികമായും ശാരീരികമായും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. മെമ്മറി ബേസ്ഡ് മെഡിറ്റേഷൻ സാധ്യമാകുന്നത് ബോധപൂർവമായ മനസ്സിനെയും ഓർമ്മകളെയും ഒരുമിച്ച് ചേർത്താണ്. ഇതിനായി നിങ്ങൾ ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ കണ്ണുകൾ അടച്ചിരിക്കുക. അതിനുശേഷം ഇംഗ്ലീഷ് അക്ഷരമാല മനസ്സിൽ ഓർക്കുക. ഓരോ അക്ഷരത്തെയും ഫോളോ ചെയ്യുക. എ എന്ന ആൽഫാബറ്റ് ഓർക്കുമ്പോൾ ആ അക്ഷരത്തിൽ തുടങ്ങുന്ന നമ്മുടെ ജീവിതവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയെ ഓർമ്മിക്കുക. അത് കഴിഞ്ഞ് ബി എന്ന ആൽഫാബറ്റിലോട്ടും അതിനുശേഷമുള്ള ഓരോ ആൽഫാബറ്റുകളിലേക്കും പോകാവുന്നതാണ്. ഒരു ആൽഫാബറ്റിൽ തുടങ്ങുന്ന പേരുള്ള ഒരു വ്യക്തിയെ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയോ അല്ലെങ്കിൽ ഒരു റിലീജിയൻ പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെയോ അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്പർ 7, എൻവിറോൺമെന്റൽ റിമൈൻഡേഴ്സ്. സാധാരണയായി ഒരു നിശ്ചിത സമയത്തിനകം ജോലികൾ ചെയ്തു തീർക്കുക എന്നത് കൂടുതൽ പേർക്കും ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ വിഷ്വൽ റിമൈൻഡേഴ്സ് ഉപയോഗിക്കുന്നതാണ് ഈ എക്സസൈസ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടെന്ന് കരുതുക. എന്നാൽ എപ്പോഴും മറന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ച പതിയുന്ന സ്ഥലത്ത് ഡയറി വെക്കുക. മേശയുടെ പുറത്തോ കട്ടിലിന്റെ അരികിലോ നിങ്ങൾ ഡയറി സൂക്ഷിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇനി അത് ചെയ്യാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് ഡയറി എഴുതുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ചെയ്തു തീർക്കാൻ മടിയുള്ള അവസരങ്ങളിലും എൻവിറോൺമെന്റൽ റിമൈൻഡേഴ്സ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ 7 മൈൻഡ് എക്സസൈസുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കുക.